എന്താ നിങ്ങളെ ബന്ധം എന്താണ്? ഇത് നാത്തൂനാണ്. നാത്തൂമാരെ ഒരു സംരംഭമാണ്. ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണല്ലേ? അടിപൊളി അടിപൊളി. ഇതിന്റെ റേറ്റ് എത്ര? റേറ്റ് ഞങ്ങൾ 20 ഇതിമ കൊടുത്തിട്ടുണ്ടല്ലോ. 20 രൂപ. കലകപ്പറമ്പ്. ഇതില് ഞങ്ങള് 7 ഐറ്റം ജ്യൂസാണ്. പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസാണ്. അതായത് മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, മിൽക്ക് ഉണ്ട്, പിന്നെ അങ്ങനത്തെ മറ്റേ വേറെ മിൽക്കിലുള്ള 2-3 ഐറ്റം, ചോക്ലേറ്റ്, പിസ്ത, അങ്ങനത്തെ 2-3 ഐറ്റങ്ങൾ അത് വേറെ. പിന്നെ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ 1 വർഷമായിട്ട് പുതിയൊരു സംരംഭം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. എന്താ ഇങ്ങനെ ഒരു പ്ലാന്? സഹോദരിമാർക്കൊക്കെ ഞാൻ വന്നപ്പോൾ നല്ല കച്ചവടം, മാഷാ അല്ലാ. എന്തുകൊണ്ട് ഇങ്ങനെ കച്ചവടത്തിന്റെ സീക്രട്ട് എന്താണ്? കഴിച്ചവര് പിന്നെ പിന്നെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാര്. നമ്മള് ഒരുപാട് ലാഭം അങ്ങനൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ ഇങ്ങനെ പോണുണ്ട്. ഈ ബോട്ടിലിന്റെ സ്പെഷ്യാലിറ്റി ഇത് പൊട്ടണ ബോട്ടിലാണ് അതൊരു വെറൈറ്റി ആണ്. നമ്മള് പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുൾ തണുപ്പിൽ എപ്പോഴും കൊടുക്കും. തണുപ്പുള്ളവർക്ക് തണുപ്പ്, വേണ്ടാത്തവർക്ക് അതിൽ കയറ്റിയേക്കാം. എന്നും ഫ്രഷ് അല്ലേ, എന്നും വരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ വീട്ടില് ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യാ? വീട്ടിൽ നിന്ന് വന്ന് വീട്ടിലത്തെ കാര്യം ഈ കാര്യം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭത്തിന്? ഒന്ന് പറഞ്ഞു കൊടുക്കി, സ്ത്രീകൾക്ക് ഒരു വനിതാ സംരംഭം എന്നുള്ള ഞങ്ങള് സ്വന്തമായി, അതായത് ഞങ്ങളൊരു 10 മണി 12 മണി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയി. ആ ഫ്രീ ടൈം വെറുതെ ഇങ്ങനെ കളയുന്ന നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പൊ നമ്മൾ മനസ്സിലിങ്ങനെ കണ്ടെത്തിയതാണ് നമുക്ക് ഇങ്ങനെ ഒരു സംരംഭത്തേക്ക് പോവാം. അത് വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു ഇത്. എന്താ പേര് ഇതിന്റെ? സിപ്പിറ്റപ്പ്. ഭയങ്കര ബിസി ആവൂലേ വീട്ടിലത്തെ കാര്യം, ഇത് അങ്ങനെ മാനേജ് ചെയ്ത് പോവാന്ന് പറഞ്ഞു പ്രേക്ഷകർക്ക്, സ്ത്രീകൾക്ക് ഒരു മോട്ടിവേഷൻ പറ്റേ. ഒന്നാമത് നമ്മള് റീൽസ് കാണുന്ന സമയം ഒന്ന് കുറച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് കുറക്കാന്നുള്ളതാണ്. ഞാൻ തോന്നുന്നത് ഇവിടെ പള്ളിയുള്ളതുകൊണ്ട് നിസ്കരിക്കാനും സൗകര്യമുണ്ട്. അതാണ് അത് ഞാൻ അതിൽ ശ്രദ്ധിച്ചത്. നാട്ടുകാരെങ്ങനെ സഹകരണം? നല്ല നാട്ടുകാരാണ്. നിങ്ങളിപ്പോ തുടങ്ങിയപ്പോ ഒരു വരുമാനമൊക്കെ ആയി. ഓക്കെ, അതിന് മുന്നേ അത്യാവശ്യം മീൻസ് ചെറിയ വരുമാനമല്ലോ. ഈ മെനക്കെട്ടിന് വരുമാനമില്ലേ? എന്തൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് വലിയ വരുമാനം അൽഹംദുലില്ലാ അല്ലേ? അപ്പൊ അതിന് മുന്നേയും ഇപ്പോഴും നമ്മൾ വ്യത്യാസം എന്താ? കയ്യിൽ ക്യാഷ് വന്നതോടുകൂടി ഭയങ്കര ക്യാഷ് എന്നല്ല, എന്താ പ്രൗഡാണ്. അതെന്തുകൊണ്ടാ? കാരണം നമ്മളിപ്പോ ഒരാൾ മുന്നിൽ നമ്മളോട് ആദ്യം ഒന്നും ചിലപ്പോ ചോദിക്കൂല വീട്ടുകാരൊക്കെ, നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ. അപ്പൊ ഇപ്പൊ നമ്മളോടും കൂടി ഒന്ന് ചോദിക്കും, നമുക്ക് അത് ചെയ്യല്ലേ. പ്രേക്ഷകർക്ക് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ആണുങ്ങൾക്ക് മാത്രം ജോലി പോരാ, കുടുംബം പോറ്റണമെങ്കിൽ. ശരിയല്ലേ? ഏത് സമയത്ത് നമ്മളെ ജീവിതം മാറാന്ന് പറയാൻ പറ്റില്ല. ഈ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വയസ്സായിട്ടല്ലേ വരുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ പൈസ വേണല്ലേ? രണ്ടാളും കൂടെ അധ്വാനിക്കാണ്. മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്, ഭർത്താക്കന്മാരൊക്കെ എന്നുണ്ടോ? എന്തുകൊണ്ട് ലീവാക്കാത്ത? ഒന്നുമില്ല, ഞങ്ങള് ആൾക്കാർ ചിലപ്പോ ഒരു പ്രാവശ്യം വന്ന് കണ്ട പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഓല് നമ്മള് വന്ന് നോക്കുമ്പോ ഇല്ലെങ്കിൽ നമ്മൾ ഓലോട് ചെയ്യുന്നൊരു ഇതല്ലേ. ഭാവിയിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരിക്കും ഞങ്ങൾക്ക് ഇതൊരു ബ്രാൻഡ് ആക്കിയിട്ട് തരണം. അങ്ങനെ കുറെ ആൾക്കാരെ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ എത്തിക്കണം. അതേപോലെ കുറെ പെണ്ണുങ്ങൾ അങ്ങനെ ഇതാണ് ഓൽക്കുള്ള ഒരു മോട്ടിവേഷൻ ആവണം. ഞങ്ങള് ഞങ്ങൾ 2 ആളും 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് പോയിട്ടുള്ളൂ. സംസാരം കേട്ടിട്ട് 10ന്റെ സംസാരമല്ല, ഇവിടുന്ന് കിട്ടിയ ഈ കഴിവ് അതറിയില്ല. അതാണ് എനിക്ക് ഒന്നുകൂടെ അത്ഭുതമായത്. 20 രൂപക്ക് നീ കുടിച്ചാൽ തന്നെ അറിയാം, അതിലൊന്നുമില്ല. 20 രൂപക്ക് കായ് മുതലാണ്. സത്യസന്ധമായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. റേറ്റോ? റേറ്റും മിച്ചാണ്. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് ജ്യൂസ്? അടിപൊളിയാണോ? എന്താണ് ഇവിടുന്ന് കുടിക്കാറുണ്ടോ? ഞാൻ ഫസ്റ്റ് ആയിട്ട് വരികയാണ്. ഞങ്ങളെ കണ്ടിട്ട് ഇറങ്ങിയല്ലേ?